നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് തൊപ്പിയൊക്കെ വെച്ച് തലയിൽ ഷോളൊക്കെ ഇട്ട് നല്ല മാന്യനായിട്ടുള്ള ഒരുത്തനല്ലേ? ഇവന്റെ വീഡിയോ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് നമ്മുടെ സ്വന്തം മിത്രങ്ങളുടെയും അതുപോലെ തന്നെ ഈ ക്രിസംഗികളായിട്ടുള്ള ഈ ഊളകളില്ലേ, ഇവന്മാരൊക്കെ ഇത് എടുത്തിട്ട് അങ്ങോട്ട് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മുസ്ലിം പണ്ഡിതനാണ്. അപ്പൊ ഈ മുസ്ലിം പണ്ഡിതൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വീഡിയോ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം നാമധാരികളായിട്ടുള്ള ജബ്ബാറും ഹാർപ്പിക്കും ഈ ജാമിദ എന്നൊക്കെ പറയുന്ന കുറെ കൂതറകള് ഈ സംഘപരിവാറിന്റെയും ക്രിസംഗിയുടെ ഒക്കെ ആസനം താങ്ങി ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അതിൽപ്പെട്ടിട്ടുള്ള ഒരു ഒന്നാന്തരം ഫ്രോഡ് ഒരുത്തനാണ്. ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഇവിടുന്ന് ഒരു മണ്ടൻ ഫ്ലൈറ്റും പിടിച്ചങ്ങ് ലണ്ടനിൽ പോയി അടിയും മേടിച്ച് ഊക്കും മേടിച്ച് ഏറി കയറിയത്. ഇപ്പോഴും അവൻ താഴോട്ട് ഇറങ്ങിയിട്ടില്ല. അവന് കോയാക്കോളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇവന്റെ കോഴിക്കോട് ഉണ്ടായിരുന്നു. 4-3-7 വരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചായയും വടയും ഒക്കെ മിച്ചം വന്നെന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്നാൽ മലൻ TV അതിനെ എടുത്തിട്ട് ഭയങ്കര രീതിയിൽ അങ്ങോട്ട് പൊലിപ്പിക്കുന്നുണ്ടായിരുന്നു. വാർത്തയ്ക്ക് ഇത്രത്തോളം ക്ഷാമമുള്ള ഒരു സെപ്റ്റി ടാങ്കിനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് മാന്യനായിട്ട് വന്നിരുന്നുണ്ട്. ഇസ്ലാമിനെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും വിളിച്ചു പറയുന്ന ഈ പിഴച്ച സന്തതി ഏവനാണെങ്കിലും ഏത് മാളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിനോട് ഒരു റിക്വസ്റ്റ് ആണ്, ഇവനെ പോലുള്ള നാറികളെയൊക്കെ പൊതുമധ്യത്തിൽ കൊണ്ടുവരണം, നിയമപരമായ രീതിയിൽ ശിക്ഷിക്കണം. ഒരു മതത്തോട് അന്ധമായിട്ടുള്ള വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് സംഘികളും ക്രിസംഖികളും കൊടുക്കുന്ന അമേദ്യം വാങ്ങി അമൃതാണെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുന്നവനൊക്കെ തൂക്കിയെടുത്ത് അകത്താക്കണം. ഇപ്പൊ ഒരു മുസ്ലിം പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ആരെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവ മതത്തെക്കുറിച്ചും ഇവിടുത്തെ ഹൈന്ദവ മതത്തെക്കുറിച്ചിട്ടൊക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും കൈകെട്ടി നോക്കിയിരിക്കൂ? ആരും നോക്കി നിൽക്കില്ല. അവർ പ്രതികരിക്കേണ്ട രീതിയിൽ തന്നെ ശക്തമായി പ്രതികരിക്കും. പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കേണ്ട അതൊന്നും ഇവിടെ ഒരു അഭിപ്രായമില്ല. ഇസ്ലാമിനെ വിമർശിക്കണം, വിമർശിക്കപ്പെടേണ്ട മതം തന്നെയാണ് ഇസ്ലാം. പക്ഷെ അത് മാന്യമായ രീതിയിലായിരിക്കണം. ല്ലോ ഹദീസുകളിലോ ഒന്നുമില്ലാത്ത എന്തെങ്കിലുമൊക്കെ അടർത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഇവിടെ മതസ്പർദ്ധ വളർത്താനും വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലാണ് ഈ പരനായിന്റെ ഈ ഒരു വീഡിയോ വന്നിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കണ്ടതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. ഇത് എത്തിക്കേണ്ടവരിലേക്ക് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എത്തിക്കുക. നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം. ഒരു മുസൽമാന് ഹലാലായിട്ടുള്ള 2 ജോലി മാത്രമാണ് ലോകത്തുള്ളത്: കൊല്ലുക, ചാടുക. ഇതല്ലാത്ത സകല ജോലിയും നിനക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. മറ്റെന്ത് ജോലി നീ ചെയ്താലും നീ നിത്യമായ നരകത്തിന് അവകാശികളായി തീരാം. ഞാൻ പറയുന്നതല്ല, അള്ളാഹു വ്യക്തമായും ശക്തമായും ഖുർആനോട് പറയാം. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്നത്ത് യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയഖ്തലൂന. കൊല്ലുക, ചാകുക. കാരണം ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ അവൻ വിൽക്കപ്പെട്ടവനാണ്. അവന്റെ ശരീരം, അവന്റെ താല്പര്യങ്ങൾ, അവന്റെ ഇച്ഛകൾ, അവന്റെ സമ്പത്ത്, ഇതെല്ലാം അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. വിൽക്കപ്പെട്ടവൻ, അവന് സ്വന്തമായിട്ട് ഒന്നുമില്ല, അവൻ്റെതെല്ലാം വിൽക്കപ്പെട്ട് കഴിഞ്ഞു. ദ മാൻ ഹു ഹാസ് ബീൻ സോൾഡ്. വിൽക്കപ്പെട്ട മനുഷ്യനാണ് ഒരു മുസൽമാൻ. ഇപ്പം എനിക്ക് എൻ്റെ നാട്ടിൽ കുറച്ച് ഒത്തുണ്ടായിരുന്നു. അവിടെ എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങോട്ട് കയറണമെങ്കിൽ നാട്ടുകാരുടെ പെർമിഷൻ മേടിക്കണം. കാരണം ഞാനത് വിറ്റു. അത് മറ്റൊരാൾ വിലക്കെടുത്തിരിക്കുകയാണ്. അവിടെ നമുക്കൊരു അവകാശവുമില്ല. ഈ സർവശക്തനായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചതായ അള്ളാഹു തൂക്കി വിറ്റാൻ 100 രൂപ പോലും വില കിട്ടാത്ത നിന്റെ ശരീരത്തെ, നിന്റെ ആത്മാവിനെ വിലക്ക് മേടിച്ചിരിക്കാം. എന്തിനു പകരമായിട്ടാണ്? നിത്യമായ സ്വർഗം ഉണ്ട് എന്നതിന് പ്രതിഫലമായിട്ട്. അതാണ് നമ്മൾ ആദ്യം ഓതിയ ആയത്തിൽ നമ്മൾ കാണുന്നത്. ആയിഷയുടെ ആടും ഫാത്തിമയുടെ പൂച്ചയൊക്കെ തിന്നിട്ട് പിന്നെയും ബാക്കി വന്ന കുറച്ച് ആയത്തിൽ നിന്നാണ് നമ്മൾ ഈ ഓതുന്നത്. ഇവിടെ ഈ നമ്മുടെ MG ശ്രീകുമാർ പറയുന്ന പോലെ 10,000 രൂപയ്ക്കല്ല അള്ളാഹു ശരീരവും ഈ ആത്മാവും വിലക്ക് മേടിച്ചിരിക്കുന്നത്. നിത്യമായ ഹൈടെക് സ്വർഗം. ഇവിടെ ഈ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെ ഒക്കെ കാണുന്ന ഒരു ഉണങ്ങിയ സ്വർഗം ഉണ്ടല്ലോ, അതല്ല. ഒരു ഹൈടെക് ബ്രോത്തൽ, ഒരു വേശ്യാലയം. വേശ്യാലയം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല. എന്നെപ്പോലുള്ള ആൾക്കറിയാം. തുറന്നു പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്, മോശമാണ് അവിടുത്തെ അവസ്ഥ. നമ്മൾ ഈ പറയുന്ന പോലെയൊന്നുമില്ല. കുറെ ഉണങ്ങിയ കുറെ പെണ്ണുങ്ങളുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നത് അവിടെ ഫ്രഷ് സാധനങ്ങളാണ്, ആരും തൊട്ടിട്ടില്ലാത്തെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ കരുതൽ നോക്കണം. നിങ്ങൾ ഒരു ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദ് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും, ഇത് നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കാനല്ലല്ലോ ഖുർആൻ ഇറക്കിക്കുന്നത്. ഭൂമി കറങ്ങുന്നുണ്ടോ ഇല്ലെന്ന് ഉസ്താദിനോട് ചോദിച്ചോ, ഉസ്താദ് കറങ്ങുമോ? കാരണം എന്നാൽ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കുകയാണ് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച്, അവരുടെ ശരീരത്തിന്റെ അവയവ രൂപങ്ങളെ കുറിച്ച് ഉസ്താദ് വ്യക്തമായിട്ട് പറയും. ആ ഒരു ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരും തൊടാതെ. ഇവിടുത്തെ വേശ്യാലയങ്ങളൊക്കെ പരസ്യത്തിൽ ഇത്ര വ്യക്തമായ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില പ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അല്ലാതെ ഓരോ ശരീരത്തിന്റെ വർണ്ണനയ്ക്ക് നമ്മൾ നടത്തുന്ന വേശ്യാലയങ്ങളൊന്നും കിട്ടില്ല. എന്നാൽ സർവ്വ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു ഏറ്റവും മനോഹരമായ ഹൈടെക് വേശ്യാലയമാണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ സ്ത്രീകൾ മാത്രമാണോ
അല്ല ഇവിടത്തേക്ക് വേശ്യാലയങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ സ്ത്രീകളല്ലാതെ ഒന്നുമില്ല. നേരെ ഒരു ഭക്ഷണം പോലും. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നിട്ട് ഞാൻ ബെഡ് കാഫിയുടെ കൂടെ തന്നെ മട്ടൻ ബിരിയാണി കഴിക്കുന്നതാണ്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇവിടെ ചെന്ന് നല്ല ഭക്ഷണമൊന്നുമില്ല. എന്തിനൊരു നല്ലൊരു മദ്യം ഉണ്ടോ? എന്നാൽ ഇവിടെ അള്ളാഹു ഇവിടെ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത് മദ്യപ്പുഴകളാണ്. അല്ലാതെ ഇവിടെ ബിവറേജിൽ നമ്മൾ മണിക്കൂറോളം ക്യൂ നിന്നിട്ട് കിട്ടുന്ന ഈ മായം ചേർത്ത മദ്യമല്ല, ശുദ്ധമായ മദ്യം. അപ്പം ഞാൻ തന്നെ അവിടെ ഈ ഇസ്ലാം ആകെ ഞാൻ താമസിക്കാൻ കാരണം തന്നെ ഈ മദ്യപ്പുഴകളുണ്ട്. കാരണം എനിക്ക് നീന്തൽ അറിയത്തില്ല. അപ്പം നീന്തൽ അറിയാതെ നമ്മൾ ഈ മദ്യപ്പുഴയിലോട്ട് ഇറങ്ങി ചത്തുപോകുന്ന പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം പിന്നെ ഈ സ്വർഗത്തിൻ്റെ കാര്യം മാറ്റി വെച്ചത്. പിന്നെയാണ് ഞാൻ അതെല്ലാം മാറ്റി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ചിന്തിച്ച് വക്കവായ്പ അത്രാവയൊക്കെ കണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നു. അപ്പോൾ അത്ര മനോഹരമായി ഇത് എത്ര കാലത്തേക്കാണ്? 1 വർഷത്തേക്കോ 11 മാസത്തെ എഗ്രിമെന്റ് അല്ല, 1 നൂറ്റാണ്ടല്ല, നിത്യമായിട്ടാണ് ഈ സ്വർഗവും ഈ കള്ളും ഈ പെണ്ണും. നിങ്ങൾ ഇത് പഴയ ജോസ് പ്രകാശിന്റെയും ബാലകൃഷ്ണ നായരുടെ ഒക്കെ പ്രോമിസാണ്. അങ്ങനെയല്ല. ലോകത്തിൽ ഞാൻ നിങ്ങൾക്ക് പെണ്ണ് തരാം, കള്ള് തരാം, ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ മുതലക്കുഞ്ഞുങ്ങൾക്കല്ല, മുതലക്കുഞ്ഞല്ല ഇവിടെ നിത്യമായ നരകത്തിലോട്ട് ഇട്ടുകൊള്ളെന്ന് പറഞ്ഞ സത്യസന്ധനായ ഒറ്റ അള്ളാഹു നമുക്കുള്ളൂ. ആ അള്ളാഹുവാണ് മുഹമ്മദ് സാഹിബിന്റെ കൊമ്പനായ അള്ളാഹു. അപ്പം എനിക്ക് പറയാനുള്ളത്, മുസൽമാനായ മനുഷ്യ, നീ ജോലി ചെയ്യുമ്പോഴും, നീ അധ്യാപകനാണെങ്കിലും, നീ എഞ്ചിനീയർ ആണെങ്കിലും, നീ ഡോക്ടറാണെങ്കിലും, നീ നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിനക്കൊരൊറ്റ വഴിയുള്ളൂ, കൊല്ലുക, ചാകുക, ചാകുക, കൊല്ലുക. അതുകൊണ്ട് ഇനിയെങ്കിലും അള്ളാഹുവിന്റെ ഇച്ഛ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് തൗഫീഖ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. പലതന്തയ്ക്കുണ്ടായിട്ടുള്ള ഈ പരമനായിന്റെ മുഖം പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ഇവന്റെ വേഷവും രൂപമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഇവനൊരു മുസൽമാനായിരിക്കും, അല്ലെങ്കിൽ ഇവനൊരു മത പണ്ഡിതനായിരിക്കും. ഇവനൊരു ഒന്നാന്തരം ഫ്രോഡാണെന്നുള്ളത് ഇവന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കലും ഒരു ഉസ്താദിന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളല്ല ഇവൻ പറയും. കാരണം ഖുർആനിലോ ഹദീസുകളിലോ ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടുത്തെ സമൂഹത്തിൻ്റെ ഇടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ പരമചെറ്റ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ ആർക്കും എന്ത് തോന്നിയാവസവും ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയാം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്നുള്ള. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ മിഥുൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, അവന്റെ രൂപവും കോലവും കണ്ടപ്പോഴത്തേക്ക് സംഖ്യകൾ വിചാരിച്ചു മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ട് അവരെല്ലാം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അങ്ങ് കടവറങ്ങി. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വധിക്കുമെന്ന് പറഞ്ഞ് ഒരു ഭീകരവാദിത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതേ സംഭവം തന്നെയാണ് ഇവാലും തുമ്പുമില്ലാത്ത ഇത്തരത്തിലുള്ള വാർത്തകൾ എടുത്തുകൊണ്ട് വന്ന് തലയ്ക്ക് ബോധമില്ലാത്ത, വെളിവില്ലാത്ത, ലശേഷം മനുഷ്യനോട് യാതൊരുവിധ പ്രതിബദ്ധതയുമില്ലാത്ത ഈ ക്രിസംഗി കൂട്ടങ്ങൾ വന്നിട്ട് ഇതുപോലത്തെ വൃത്തികെട്ടവന്മാരുടെ വീഡിയോകൾ എടുത്തിട്ട് ഇവർ ഇസ്ലാം ഇതാണ്, ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഞാനും 8-9 ക്ലാസ് വരെ മദ്രസയിൽ ഓതിയതാ. എന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ട ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ചിട്ട് ഇസ്ലാം പറയുന്നുണ്ട്, വളരെ ആധികാരികമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്കത് സ്വർഗത്തിൽ ലഭിക്കും എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ആണ്. ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഖുർആനിൽ പഠിപ്പിക്കും. പക്ഷെ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മരവാണങ്ങളൊക്കെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുരയ്ക്കുന്നത്. എൻ്റെ പ്രിയ, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ നിയമപാലകർ നോട്ട് ചെയ്യണം. അത് എത്തിക്കേണ്ടടുത്ത് കൃത്യമായിട്ട് എത്തിക്കണം. പിടിച്ച് വല്ല ഊളം പറയ്ക്കാത്ത ഇടണം എന്ന് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളൂ. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചെറ്റയെ പൊക്കുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.